ആഹാ, നല്ല സ്റ്റൈലും മുറി. നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഉണ്ട്. ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവുന്നു. ഫാൻ ഇല്ലെന്നൊരു കുഴപ്പമുണ്ട്, പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റാ. ഏതായാലും ഇനി 6 മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട്, സുഖ ഉറക്കം, സ്വസ്ഥം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം. എടാ കഴിവറട മോനെ, നീ ഒറ്റൊരുത്തൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. കിട്ടിയാ നമുക്ക് 2 പേർക്കും കൂടി അല്ലായിരുന്നു. അതിനിപ്പോ എന്താടാ ഇവിടെ ഒരു കുഴപ്പം? എന്താ കുഴപ്പം? നീ എന്താ എന്നെ അടിച്ചത്? നിന്നെ അടിക്കല്ല, കൊല്ലുക വേണ്ടത്. എന്റെ ജീവിതം നീ കുളവാക്കിയില്ലേ? ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. അയ്യോ, മൂത്രമൊഴിക്കാനുള്ള തോന്നുന്നു. ക്ഷമിച്ചപ്പോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടെന്ന്. 6 മാസത്തെ പ്രശ്നം തന്നെയല്ലേ? അയ്യോ, 6 മാസം. എടോ മൂത്രച്ചട്ടി പൊട്ടിച്ചടാ പുല്ലേ. ഞാൻ കട്ടുന്നൂടെ ജീവിതം 2-1. വരുന്നേ സമയത്തറായി? 7 മണിയായി കാണും. 7 മണിയാ? യോ ഇത് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എടാ മണി 7 ആയി. 7:30 മറ്റേ പാർട്ടിയെ കാണണ്ടേ? അയ്യോ, 7 മണിയായോ? പിന്നല്ലാതെ. നീ ചായ കുടിക്കും, എളുപ്പം റെഡിയാവും. സമയം വേറെ പണിയാണ്. പാർട്ടിയെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. ബസ് വരാറായി. ഇനി വരാതിരിക്കോ? ഏയ്, ദിവസവും ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ, എന്തായാലും വരും. പാർട്ടി ഇത് തന്നെയാണോ? നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചാന്നറിയണ്ട.
സോറി. ടിക്കറ്റ് ഒരു വെള്ളയമ്പലം. വെള്ളയമ്പലം. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സോ? നിങ്ങൾ എടുക്കാൻ പറഞ്ഞായിരിക്കും. കേറിയപ്പോ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തു. എന്താ അവിടെ എന്താ? എന്റെ പേഴ്സ് കാണുന്നില്ല. ഇതിപ്പോ ഒരു പുതിയ അടവാ. പാന്റും ടൈയൊക്കെ കെട്ടിയിടുന്ന ആരും സംശയിക്കുന്നില്ലല്ലോ. കാശില്ലെങ്കിൽ അത് പറഞ്ഞു. പോകരുതെന്ന് പറഞ്ഞാണല്ലോ. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അടിച്ച് ചപ്പക്കുറ്റിയെ നടക്കും. എന്നാ ഒന്ന് കാണുമല്ലോ. അടിയടാ അടിക്കടാ, അടിച്ചു നോക്കടാ. സാറേ, എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഇയാൾ ഇടപെടുന്നതിന്. ഇതെന്താ വാതി പ്രതിയായോ? തപ്പടാ തപ്പിക്കോ, എന്നെ മുഴുവൻ തപ്പിക്കോ. പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും. ബസ്സിലുള്ള ബാക്കി എല്ലാരും തപ്പണം. തപ്പിട്ട് കിട്ടില്ല കിടിച്ചാൽ വേണ്ട, വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. വേണ്ട സാർ, നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മതി. ഓരോരുത്തരായിട്ട് വന്നട്ടെ. ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കണേ. ആദ്യം ബുദ്ധിമുട്ട് നഗരിക്കും. ഇതല്ല. അയ്യേ, ഇതല്ല. അല്ലല്ല, തപ്പിയവരും തപ്പാത്തവരും തമ്മിൽ മിക്സ് ആവല്ലേ. ഇതല്ല. അയ്യോ, സോറി. പോക്കറ്റ് എവിടാ? എന്റെ പേഴ്സ്, എന്റെ പേഴ്സ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ. ഞാൻ എടുത്തൊന്നും അല്ല. പിന്നെ ഈ പേഴ്സിന് കൈയും കാലും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ ഒന്ന് കയറാൻ. ഭാഗ്യത്തിന് രൂപയൊന്നും പോയില്ല. ഈടായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇതൊരു പതിവാ. കഴിഞ്ഞോട് പാളയത്തിന് പോക്കറ്റ് അടിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും. അനാവശ്യം പറയരുത്. പോക്കറ്റ് അടിച്ച ഒരു ന്യായം പറയുന്ന ഞാൻ പറയുന്നത് മനഃപൂർവ്വം. പേഴ്സും പണവും നമ്മുടെ കണക്കൊക്കെ സെറ്റിൽ ചെയ്തേ. വേറെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ. 500 500 ഉലുവയോ? ഇത് എവിടത്തെ ഏർപ്പാടാ? വേലി കെട്ടാൻ പോയതിനെക്കാട്ടി കിട്ടുമല്ലോ. ഒരു 1000 മണീസ് എങ്കിലും കിട്ടും. 1000 മണീസോ? എടോ, തനിക്കറിയോ? ഇതിനു വേണ്ടി ഞങ്ങളൊരു ടൈം മേടിച്ചു. ഇവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ഇതിനൊക്കെ അങ്ങനെ എണ്ണി കൊടുക്കണം. 500 രൂപയൊക്കെ മതി. അതിനുള്ള പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളല്ലല്ലോ അവനെ തല്ലിയത്. ഞങ്ങൾ തല്ലിയില്ലെങ്കിൽ എന്താ? നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്തില്ലേ? അത് ഞങ്ങളുടെ ബുദ്ധിയാ. ചെലമ്പാതെ കാശെടുക്കണം സാറേ, സമയം പോകുന്നു. 250 കൂടിയുണ്ട്. ഇതൊരുമാതിരി മാർക്കറ്റിലെ മരക്കാമാരെ സ്വഭാവമായി പോയി. എന്തിന്റെ കുറവാ? മാരുതി വാൻ, തന്തമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ്. പോ വണ്ടി എടുക്കടാ. കൊച്ചേ, ബസ്സിൽ വെച്ച് തന്റെ പേഴ്സ് പൊക്കിയതിന് നാട്ടുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. വല്ല ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയി സ്കാൻ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അടിയുടെ ക്ഷതം മുഴുവൻ അകത്താണേ. ഒരു നടക്കി വീരുന്ന കേസല്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും പിന്നെയും കയറി ഇറങ്ങി നടക്കുക. എന്തോ കേട്ടില്ല. വിനോദ് ചേട്ടനെ കുറ്റം പറയാമോള്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രണ്ടുപേരും കൂടി കോളേജിന്റെ പേര് കെത്തിയാക്കരുത്. നാറ്റിക്കല്ലേ? വാടാ. ഒരു ലാർജ് ഇടട്ടെ. ഒന്നുകൂടി ചേട്ടാ, എത്രയായി? 62 രൂപയായി. ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ? ശരി. ഒരു പൈൻ്റെ റമ്മും കൂടി. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ഇറങ്ങിയട്ടെ. അതെ, ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. കാശ് എടുക്കണം. കാശോ? സ്നേഹത്തിന്റെ പുറത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്. എന്തോ 5 രൂപയോ വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ. തിരിച്ച് കല്യടിച്ച് പോണ്ടേ? കല്യടിച്ച് പോണ്ട, ഞങ്ങളിവിടെ വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചു ഇവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ ഓടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടാതി രാത്രി ശല്യം കൊടുക്കാനായിട്ട്. இந்த மாளிகை ரத்ன மாளிகை
കുടിപ്പതുക്കൊരു മനമിരുന്നാൽ കുഴി ഇത് നെത്തോലിയുള്ളേ ഉള്ളു. പെരിച്ചാരിയുടെ ആർക്കറിയാം, വാ വാ വാ. ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാണ്? അളിയാ സേതു, നമ്മൾ എത്ര വേണേലും വെള്ളം അടിക്കാം, പക്ഷെ സ്റ്റഡി ആയിരിക്കണം. മതിയുടെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചു. അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. നിന്റെ തന്നെയല്ലേ? എടാ അളിയ, ഇതേലൊരു അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതുകൊണ്ട് നിനക്ക് തോന്നതാ. നേരെ നോക്ക്, ശരിക്കും നോക്കടാ. അല്ലളിയാ, 2 എണ്ണം ഉണ്ട്. നീ വേണേ നോക്ക്. 2 പൂട്ടോ? ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി അങ്ങനെ പിടിച്ച് പൂട്ടി തരികൂടെ? എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം, ചീങ്കണ്ണി ആയാലും കൊള്ളാം. പകലന്തിയോളം കഷ്ടപ്പെട്ട് മനുഷ്യർ തലയയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക, അടിച്ച് പൊളിക്കടാ. പൊളിയുടെ അയ്യോ, കൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണോ വകന്ത ഈ ലോഡ്ജ്? എത്ര ദിവസമാണ് പറയണ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതിയെന്ന്? ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾക്ക് ഒരിടത്തും കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല, ഞങ്ങൾ എന്തോ കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാളെ എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണിയേട്ടാ സമാധാനായിട്ടിരിക്കെ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ? അല്ലേ? അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണിയേട്ടാ, ചാക്കുണ്ണിയേട്ട ഇടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ? അത് ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തുണിരുമ്പാൻ വരണം. അയ്യോ എന്നയ്യാ ഇത് ഗലാട്ടാ, തൂങ്ക വേണ്ടാമാ. ചാക്കുണ്ണിയേട്ടാ, അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു, നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മള് സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക തരാനുണ്ട്. വാടക പറഞ്ഞേ അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോകാനാ? അയ്യോ, ഇപ്പൊ പെറ്റ് വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ, എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർന്നില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 100 രൂപ. ഇനി നമ്മൾ തമ്മിൽ ഒരു കച്ചവടമില്ല. ഇനി നമ്മൾ തമ്മിൽ ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് ഈ 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ? ചാക്കുണ്ണിയേട്ടൻ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റം അടിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടറേ. റമ്മ? ചുമ്മാ, അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ കൊഴമ്പ. ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളയിൽ തന്നെ ഉണ്ട്. സമാധാനമായല്ല? എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകള് വാടക തന്നില്ല, ഇതുപോലെ 1 ദിവസവും കിട്ടിയാ മതിയാണ്. എന്റെ ഈശോയെ, ഇത് ആരാണ് മുതലാളി? എപ്പോ ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണവരാരും വാടക എനിക്കറിയണ്ട. എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, 1 കൊല്ലത്തെ. സത്യമാണല്ലോ? സത്യമാണ്. എന്നെ ലാഡ്ജ് പൊട്ടി താക്കോലിക്കാന്ന് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. വേണ്ട, ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്കേ വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ അങ്ങ് ഇരുത്തണ്ട, ഇരിച്ചോടത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം, പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല